എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയും, മടിയിൽ കനവില്ല, അതുകൊണ്ട് എനിക്ക് വഴി പേടിക്കേണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇനി പേടിക്കേണ്ട എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കേസിൽ പ്രതികളെന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാണക്കേടാണ്. ഏറ്റവും കുറഞ്ഞത് 3 വർഷം തടവ് ശിക്ഷ കിട്ടുന്നതാണ്, മാക്സിമം 10 വർഷം. പുട്ടും കടലയും ഫലിച്ചില്ല, വേണ്ട വിധത്തില് അതങ്ങോട്ട് ഏറ്റില്ല. ഒരു പവർ ബ്രോക്കറായി അതപ്പതിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു മുൻമന്ത്രിയും ഒക്കെ കേന്ദ്രമന്ത്രിയൊക്കെയാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അവസാന വട്ട ഒരു ഇടപാടെന്നുള്ള നിലയ്ക്ക് ഡൽഹിയിൽ ഒരു ചർച്ച നടത്തി. അപ്പൊ അന്ന് ഞാൻ യഥാർത്ഥത്തിൽ അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിനെ കളിയാക്കി. അതായത് ഞാൻ പറഞ്ഞു, അതായത് ഇത് രാഷ്ട്രീയ ഇത് എന്താണ്, രാഷ്ട്രീയ കാര്യമാണോ അതോ ഈ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള കാര്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് വലിയ ക്രിറ്റിസം ഒക്കെ ഉണ്ടായി. പക്ഷേ അത് മാത്രമല്ല, ഈ അടുത്ത സമയത്ത് ശ്രീ മാത്യു കുഴൽനാടൻ കൊടുത്ത അപ്പീല്, അതായത് ഇവിടെ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി തള്ളി. അപ്പോൾ കേസ് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഉത്തരവൊക്കെ എന്തായാലും വാങ്ങിയെടുക്കാൻ പറ്റി. അതോടുകൂടി ഒരുപാട് പേര് ഇപ്പൊ എന്തായി, അവനായി ശവമായി എന്നുള്ള രീതിയിൽ ഒക്കെ പ്രതികരിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമൊക്കെ. പക്ഷെ അവിടെ നിശബ്ദമായിട്ട് നിന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ, അതാരും ശ്രദ്ധിച്ചില്ല. അത് ശ്രീമതി വീണയുടെ ഭർത്താവ്, നമ്മുടെ റിയാസ് ആണ്, മുഹമ്മദ് റിയാസ് ആണ് മന്ത്രി. അദ്ദേഹം അനങ്ങിയിട്ടില്ല അതിനെക്കുറിച്ച്. കാരണം ഇതിനെക്കുറിച്ചുള്ള അറിവ് വീട്ടിൽ കാണും. കാര്യം ശ്രീമതി നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ളത് അവർക്കാണ്, ധനകാര്യ മന്ത്രിയുടെ കീഴിലാണത്. അപ്പൊ അവർക്ക് ഇതറിയാമല്ലോ. SFIയുടെ അന്വേഷണം നടന്നു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അവർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോ അതില് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ അന്വേഷണം ചിലപ്പോൾ നേരെ നടക്കും എന്നുള്ളത്. ഏതാണ്ട് നേരെ നടന്നു എന്നുള്ളത് മനസ്സിലാക്കാം. എല്ലാവർക്കും നേരെ നടന്നു എന്ന് പറയാനും പറ്റുന്നില്ല. ഏതായാലും ശ്രീമതി വീണ വിജയനെ പ്രതി ചേർത്തുള്ള കുറ്റപത്രം ഇപ്പോ അവർ കൊടുക്കുകയാണ്. അതായത് സാമ്പത്തിക കാര്യ കൃത്യങ്ങൾ പരിശോധിക്കുന്ന അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൊച്ചിയിലേക്ക് ഉള്ള കുറ്റപത്രം അവരിന്ന് കൊടുക്കുകയാണ്. SFIO കൊടുക്കുന്നു. ആ കുറ്റപത്രം കൊടുക്കണമെങ്കിൽ അവർക്ക് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അനുമതി വേണം. അതിനാണ് കുറച്ച് താമസിച്ചത്. അത് കിട്ടി. പക്ഷേ അവിടെ ഈ പുട്ടുകടലയൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് നടന്നു പോയിരുന്നു കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ളവരെ എല്ലാം, ഗവർണറെയും അതുപോലെ തന്നെ KV തോമസിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ശ്രീമതി നിർമ്മല സീതാരാമനും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മാത്രമായിട്ട് ഒരു ചർച്ച ഒരല്പനേരം നടന്നു എന്നുള്ളത് പറയപ്പെടുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞു പോയിരുന്നു, കൊടുത്തുപോയി. നേരത്തെ അനുമതിയൊക്കെ കൊടുത്തു. ഒന്നുകിലും നിർമ്മല സീതാരാമൻ ഇത് പറഞ്ഞില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു, അത് അന്വേഷണം അത് ആയി കഴിഞ്ഞു എന്നുള്ളത്, അതായത് കുറ്റപത്രത്തിന് പെർമിഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കാണും. ഇതിൽ രണ്ടിലേതോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആ യാത്ര, അദ്ദേഹത്തിന്റെ ഈ യാത്ര വെറുതെ, ബ്രേക്ക്ഫാസ്റ്റ് ആ മീറ്റിംഗ് ഒക്കെ വെറുതെ ആയി എന്ന് വേണം നമുക്ക് കരുതാൻ. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഏതായാലും ഇപ്പോ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് മധുരയില്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അപ്പൊ അവിടെ മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രീമതി കമല, അതുപോലെ മകൾ വീണ ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ വീണ ടി എന്ന് പറയുന്ന ആൾ ഇപ്പൊ കേസിൽ പ്രതിയാണ്. എത്ര പ്രതിയാണെന്നുള്ളത് ഞാൻ കണ്ടില്ല. പക്ഷേ കേസിൽ പ്രതികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് യഥാർത്ഥത്തിൽ CMRL എന്ന് പറയുന്നത്. പബ്ലിക്കിനും അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് കൂടാതെ അതിനകത്ത് ഈ ശശിധരൻ കർത്ത, അതായത് ഈ കമ്പനിയുടെ നേതാവെന്ന് പറയുന്ന ആള്, അയാൾക്ക് 1, 2, 3 സഹോദര സ്ഥാപനങ്ങൾ ഈ കമ്പനികളുടേതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പേപ്പർ കമ്പനികളാണ്. കാരണം ഇതിലെ പണമെല്ലാം തിരിമറി നടത്താൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. 182 കോടി രൂപയാണ് ആ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷനിലൂടെ ഈ കർത്ത മാറ്റിയേക്കുന്നത്. അതിൽ കർത്തയുടെ മരുമകൻ മാത്രമായിട്ട് ഒറ്റയ്ക്ക് അയച്ചേക്കുന്ന ഒരു 13 കോടി രൂപയുണ്ട്. അതും ഈ കുറ്റപത്രത്തിലുണ്ട്.
അത് കർത്തയുടെ ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ പണിക്കർ എന്ന ആളാണ് ഈ 13 കോടി രൂപ അടിച്ചേക്കുന്നത്. അയാളും പ്രതിയാണ്. അപ്പോൾ ഇതിനകത്ത് ശശിധരൻ കർത്ത, CMRL, പിന്നെ ശ്രീമതി വീണ ടി, അതുപോലെ തന്നെ എക്സാലോജിക് വീണയുടെ കമ്പനിയാണ്. ഇതിനകത്തൊരു പ്രശ്നമുള്ള, സാധാരണ കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്. കമ്പനിയെ മാത്രമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാം. കാരണം അതല്ല, ഡയറക്ടേഴ്സിന് വരുന്നത് ബാധ്യത എന്ന് പറയുന്നത് അവർ ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദെയർ ഷെയർസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് പുതിയ അമെൻമെന്റൊക്കെ അനുസരിച്ച് വീണ ടിയുടെ കമ്പനി, വീണ തൈക്കണ്ടിയുടെ കമ്പനി എന്ന് പറയുന്ന എക്സാലോജിക്ക് ഒരു 1% കമ്പനിയാണ്. കാരണം അവർ മാത്രമേ ഉള്ളൂ. അപ്പൊ വേറെ ആരും ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു വാദം ശ്രീമതി വീണയ്ക്ക് ഇനി മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു പ്രശ്നം, ഗുരുതരമായ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഏതായാലും കമ്പനീസ് ആക്ട് 447 വകുപ്പ് അനുസരിച്ചുള്ള ഒഫൻസാണ് ഫ്രോഡ് ഇൻ കമ്പനി മാറ്റേഴ്സ്. അതാണ് വന്നേക്കുന്നത് ഇവിടെ ശ്രീമതി വീണയ്ക്കും അതുപോലെ തന്നെ ശശിധരൻ കർത്തായ്ക്കും അനിൽ ആനന്ദ പണിക്കർക്കും അതുപോലെ തന്നെ ബാക്കി ഒരു 3-4 ഡയറക്ടേഴ്സും ഒക്കെ പ്രതികളാണ്. സുരേഷ് കുമാറോ ആരണ്ടൊക്കെ ഉണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ കമ്പനി, അതില് ശ്രീമതി വീണ വാങ്ങിയെടുത്തേക്കുന്നത്, അനധികൃതമായിട്ട് വാങ്ങിയെടുത്തേക്കുന്നത് 2,70,00,000 രൂപയാണ്. ഈ 2,70,00,000 രൂപ എന്ന് പറയുന്നത് നേരത്തെ മാസപ്പടിയായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു. അതായത് എക്സാലോജിക്കിന്റെ പേരിൽ CMRL നിന്ന് മാസപ്പടി വാങ്ങിക്കൊണ്ടിരുന്നു. അത് കൂടാതെ തിരിച്ചടവില്ലാത്ത ഒരു ലോൺ കിട്ടി. അത് എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ശശിധരൻ കർത്തായുടെ തന്നെ ഒരു കമ്പനിയാണ്. ഇതിന്റെ സഹോദര സ്ഥാപനം CMRLന്റെ ഒരു, ഞാൻ പറഞ്ഞ പേപ്പർ കമ്പനി, അതിൽ നിന്ന് ഒരു ലോണിങ് കൊടുക്കുകയാണ് പണം. ഏതായാലും 2,70,00,000 രൂപ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ, ഇത് മുഖ്യമന്ത്രി ഡയറക്ട്ലി ഇൻവോൾവാണ്. ഇതുവരെ പറഞ്ഞു ഈ PV എന്ന് പറഞ്ഞ ആരാണെന്ന് അറിഞ്ഞുകൂടാ, പാഠശാല വാസു ഒക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിണറായി വിജയൻ ആണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ശരി ഞാനാണ്. ഇപ്പോൾ OC ഉമ്മൻചാണ്ടി, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല RC ഉള്ള പേരുണ്ടായിരുന്നു, പിന്നെ KK അതായത് കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ അവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വാങ്ങി, അത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്നവർ പറഞ്ഞു. പക്ഷേ ഈ PV എന്ന് പറയുന്ന ആള് മാത്രം പറഞ്ഞില്ല ഇത് ഞാനാണ്, പാർട്ടിക്ക് വേണ്ടി വാങ്ങിയാണെന്ന് പറഞ്ഞില്ല. കാരണം അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. പാർട്ടി ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് പാർട്ടി വാങ്ങി എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. ഏതായാലും ഈ 2,70,00,000 രൂപ ഈ ശ്രീമതി വീണ ടിക്ക് എങ്ങനെ കൊടുത്തു ഈ കമ്പനി? കാര്യം എന്താണ്? അത് വെറും ഒരാൾക്കല്ലല്ലോ കൊടുക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മകളാണ്. ഫോർ ഫേവേഴ്സ് റിസീവ്ഡ് അതന്നെയാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു ജോലിയും ചെയ്യാതെ ഉള്ള ഒരു മാസപ്പടി എല്ലാ മാസവും ഇങ്ങനെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുക വേണം. അത് കറക്റ്റായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് പുത്രി സ്നേഹം ആകാം നമുക്ക്, പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ കേരളത്തിനെ വിൽക്കുന്ന പുത്രി സ്നേഹം അദ്ദേഹം കാണിക്കാൻ പാടില്ലായിരുന്നു. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഈ സത്യം എത്ര നാൾ മൂടി വെച്ചാലും ശരി, എത്രയൊക്കെ കുഴിച്ചു മൂടിയാലും ഒരു നാളത് പുറത്തു വരും. അതിന്റെ തെളിവാണ് ഈ കാണുന്നത്. പല കാര്യങ്ങളുണ്ട്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിൽ നിന്നും ഒക്കെ ഊരി പറിച്ചു പോയി. പിന്നെ കുറെ എണ്ണം ചിരിക്കും, എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയും, മടി കനവില്ല, അതുകൊണ്ട് എനിക്ക് വഴി പേടിക്കണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇനി പേടിക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ മകളാണ് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് പ്രതിയായിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇനി കോടതി സമൻസ് കൊടുക്കും. അപ്പോൾ അവിടെ പോയി ഹാജരാവണം, ജാമ്യം എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പ്രോസിക്യൂഷൻ നടപടികളെല്ലാം തരണം ചെയ്ത് പോകണം. അത് കുറെ നാണക്കേടെടുക്കും. പക്ഷേ ഇതൊരു നാണക്കേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാണക്കേടാണ് ഇങ്ങനൊരു രീതിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകേണ്ട ഗതികേട് അദ്ദേഹത്തിന് വന്നല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. കാരണം ഇത് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പറയാമായിരുന്നു. അല്ലെങ്കിൽ ഇത് നേരത്തെ AK ബാലനൊക്കെ ഉണ്ടല്ലോ, എന്തോ പറഞ്ഞേ, 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്. അതുപോലെ ഗോവിന്ദ മാസ്റ്റർ വലിയ മാസ്റ്റർ അല്ലേ, അദ്ദേഹം കണ്ടുപിടിച്ചു ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്. വേറെ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ഇപ്പൊ 447 വകുപ്പ് അനുസരിച്ച് കമ്പനീസ് ആക്ടിന്റെ കോടതി പോയി നിൽക്കുന്നത്. ഫ്രോഡ്, അതായത് മുഴുവൻ പബ്ലിക്കിനെ കളിപ്പിക്കുന്നതല്ലേ. ആ രീതിയിലേക്ക് വന്നില്ലേ. ഇപ്പോ ഈ 2,70,00,000 രൂപ അടിച്ചെടുത്തത് ഇനി എന്നായാലും മറയ്ക്കാൻ പറ്റുമോ, മാറ്റാൻ പറ്റുമോ?
ഈ അന്വേഷണം തടസ്സപ്പെടുത്താനും ഈ കുറ്റപത്രം കൊടുക്കുന്നത് തടസ്സപ്പെടുത്താനും ഒരുപാട് ശ്രമം നടന്നു ശ്രീമതി വീണയുടെ ഭാഗത്തുനിന്ന്. കേരള ഹൈക്കോടതി അത് ചോദിച്ചു, നടന്നില്ല. അവസാനം കർണാടക ഹൈക്കോടതി പോയി, അവിടെയും നടക്കത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവസാനം കർത്തായെ കൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ അത് മൂവ് ചെയ്തു. അത് ഏതാണ്ട് ദിവസങ്ങളൊക്കെ വാദം കേട്ടതിന് ശേഷം ഏതായാലും ആ ജഡ്ജി അങ്ങ് ട്രാൻസ്ഫർ ആയിപ്പോയി. ഇപ്പോൾ അദ്ദേഹം കേട്ട ജഡ്ജി, അതുകൊണ്ട് വീണ്ടും പുതിയതായിട്ട് വന്ന ജഡ്ജിക്ക് വീണ്ടും കേൾക്കണം. അപ്പൊ ഇത് സ്റ്റേ ചെയ്യാൻ ഉള്ള ഒരു അവസരം ആവുന്നത് പണി നോക്കി ഇതെങ്ങനെയെങ്കിലും സ്റ്റേ വാങ്ങിക്കാനായിട്ട്. നടന്നില്ല. 182 കോടി രൂപയാണ് അടിച്ചിട്ടാണ് ഈ സ്റ്റേ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇത് അടിച്ചു മാറ്റിയിട്ട് കേരളത്തിന്റെ പണം അതാണ് ഈ മുഴുവൻ അടിച്ചു മാറ്റിയേക്കുന്നത്. ആയിരക്കണക്കിന് കോടി അടിച്ചു മാറ്റിയിട്ടാണ് അതിൽ നിന്ന് 182 കോടി രൂപ സർക്കാരിനെ കളിപ്പിച്ചു. അതാണ് ഇതിനകത്ത് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ, അതായത് നികുതി ടാക്സ് അത് ഇതുപോലെ വെട്ടിക്കുകയാണ്. വലിയ ഒഫൻസാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞതുണ്ടല്ലോ, അതായത് ഇത് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉള്ള മാറ്റർ ആയതുകൊണ്ട് അതിനകത്ത് ഏറ്റവും കുറഞ്ഞത് 3 വർഷം തടവ് ശിക്ഷ കിട്ടുന്നതാണ്. മാക്സിമം 10 വർഷം. 3 മുതൽ 10 വരെ ഉള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഇത് ആവുന്ന പണി ഇത് സ്റ്റേ ചെയ്യാൻ നോക്കി, നടന്നില്ല. ഇപ്പൊ വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന് കണ്ടതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പോയിരിക്കുന്നത്. വിജിലൻസ് അങ്ങനെയില്ല, ഇങ്ങനല്ല, ഇങ്ങനായി എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടനെ ഒരുപാട് ആക്ഷേപിക്കാനും ഒക്കെ ഈ അവസരം ഉപയോഗിച്ചെന്നുള്ളതല്ലാതെ വേറെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. SFIയുടെ അന്വേഷണം ശരിയായ രീതിയിൽ മുമ്പോട്ട് പോയി. അവരിപ്പോൾ അതിന് പെർമിഷനും അതിന് കുറ്റപത്രത്തിന് കൺസെന്റ് വാങ്ങി സാങ്ഷനും വാങ്ങിയിട്ട് കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ കൊടുക്കുകയാണ്. ഏതായാലും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നെല്ലാവരും പറയുന്ന പോലെ ഞാൻ പറയുന്നു. ഏതായാലും പ്രോസിക്യൂഷൻ നടപടി വരികയാണ്. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചൊക്കെ നോക്കി, ഇത് നടന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. ആ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. ഏതായാലും നടപടികൾ മുമ്പോട്ട് പോകട്ടെ, നീതി നടപ്പാകട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിനെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി വീണയെ ശിക്ഷിക്കണമെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം അതിലുമൊക്കെ വലിയ മീനുകൾ വെളിയിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാടെണ്ണമുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ 182 കോടിയിൽ വെളിയിലേക്ക് പാർട്ടി നേതാക്കളിലേക്ക് ഒഴുകി വെക്കുന്ന പണത്തിന്റെ കണക്കുണ്ട് കേട്ടോ. പറഞ്ഞു കേൾക്കുന്നത് CPM നേതൃത്വ നിലയിൽപ്പെട്ട പലരും അതില് ആളുകളുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ ഏതാണ്ട് 116 പേജ് കണ്ടുണ്ടാ ചാർജ് ഷീറ്റ് കേട്ടോ. അത് വരുന്ന കുറ്റപത്രം അത് വെളിയിലോട്ട് വരുമ്പോൾ അതിനകത്ത് മിക്കവാറും ഈ കണക്കൊക്കെ അവർ പറയും. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറയുന്നത് പബ്ലിക്കിന്റെ പണം, അതായത് നമുക്ക് പബ്ലിക്കിന് കിട്ടേണ്ട പണം ആരൊക്കെ അടിച്ചെടുത്താലും ശരി അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇതിപ്പോ ശ്രീമതി വീണയെ മാത്രം പ്രതിസ്ഥാനത്ത് വരുന്നതിലോ അത് മാത്രമൊന്നുമല്ല കാര്യം. വേറെ പല ആളുകളും ഉണ്ട്. അവരെയൊക്കെ അനധികൃതമായിട്ട് അങ്ങനെ വാങ്ങിയേക്കുന്ന ആളുകളെ എല്ലാം വെളിയിലേക്ക് കൊണ്ടുവരണം. അതാണ് വേണ്ടത്. ഏതായാലും SFIയുടെ നടപടി എന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അവർ അനുവാദം ചോദിച്ചു, മന്ത്രാലയം കൺസെന്റ് കൊടുത്തു. ഇനിയിപ്പോൾ കുറ്റപത്രം കോടതിയിലേക്ക് വരികയാണ്.